സുഹൃത്തുക്കളെ, ഇത് പടമറ്റം വായനശാല, അതായത് വെളിയന്നൂർ വായനശാല മുതൽ 2-ാം മൈൽ വരെയുള്ള റോഡിൻ്റെ അവസ്ഥ ഞാനൊരു വീഡിയോ ആയി എനിക്ക് ഒന്ന് പോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ച് 2-ാം മൈലിൽ കിടന്ന വണ്ടി ഓടിക്കുന്ന ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സിനെ സംബന്ധിച്ച് റോഡിൻ്റെ ഈ റോഡിലെ ഈ പൊട്ടിപ്പറിഞ്ഞ കുഴികൾ ഞങ്ങൾ അരി മേടിക്കേണ്ട കാശ് മുഴുവനും വർക്ക്ഷോപ്പിൽ കൊടുക്കുവാനുള്ള അവസ്ഥയിലേക്ക് ആണ് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ റോഡ് പണിയുന്നതിനെ സംബന്ധിച്ച് പഞ്ചായത്ത് ഇലക്ഷന് ഒന്നു മുതൽ ഞങ്ങൾ അധികാരികളോട് ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് ഫണ്ട് അനുവദിക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റോഡാണ്. ആ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ് ഇപ്പോൾ 2 മാസങ്ങൾ കഴിയാൻ പോകുന്നു. എന്നാൽ ഇതുവരെ റോഡിൻ്റെ ടാറിങ് വർക്കുകൾ ആരംഭിച്ചിട്ട് ഇത് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയാണോ, അതല്ല വർക്ക് ഏറ്റെടുത്തിരിക്കുന്ന കോൺട്രാക്ടറുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയാണോ എന്നതിനെ സംബന്ധിച്ചിട്ട് കൃത്യമായും അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞങ്ങൾ 2-ാം മൈൽ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് 2-ാം മൈലിൽ നിന്നും സുരക്ഷിതമായി വണ്ടി ഓടിക്കുവാൻ കഴിയുന്ന ഒരു റോഡും നിലവിലില്ല എന്നുള്ള വസ്തുതയാണ്. കാരണം ഞങ്ങൾക്ക് വരുന്ന ഓട്ടം മുഴുവൻ എന്ന് പറയുന്നത് കാരണം ഈ വായനശാലയുടെ ഭാഗത്തേക്കും അതുപോലെ പരമറ്റം അമ്പലം ഭാഗത്തേക്കുമുള്ള ഓട്ടമാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ റോഡിൽ വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും കുഴികളിൽ ചാടി രാവിലെ മുതൽ വണ്ടി ഓടിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസ വൈകുന്നേരമാകുമ്പോൾ വർക്ക്ഷോപ്പിൽ കൊടുക്കേണ്ട അതിദാരുണമായ അവസ്ഥയിലാണ് റോഡിൻ്റെ പൊട്ടിപ്പൊളി കിടക്കുന്ന ഭാഗങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ എടുക്കുന്നത്. കണ്ടോളൂ. അപ്പോൾ ഇവിടെ ഏറ്റവും ഡേഞ്ചറസ് എന്ന് പറയുന്ന വലിയ കുഴിയുണ്ട്. അതായത് ഈ റൂട്ടിൽ ഗോപാലൻ കോളനി എന്ന് പറയുന്ന ഒരു ജംഗ്ഷനുണ്ട്. ആ ഗോപാലൻ കോളനിയുടെ ഭാഗത്ത് ഉള്ള ഒരു കുഴി എന്ന് പറഞ്ഞാൽ പരിചയമില്ലാത്ത വണ്ടിക്കാരാണ് വരുന്നത് എങ്കിൽ കൃത്യമായും ആ കുഴിക്കകത്തേക്ക് ചാടുന്ന ചാട്ടത്തിൽ വണ്ടിക്കും അതുപോലെ തന്നെ വണ്ടി ഓടിക്കുന്ന വ്യക്തികൾക്കും യാത്രക്കാർക്കും എന്തെങ്കിലുമൊക്കെ സംഭവിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റോഡ് എത്രയും പെട്ടെന്ന് ഇതാണ് ഞാൻ പറഞ്ഞ ഗോപാലൻ കോളനിയിലെ കുഴികൾ എന്ന് പറയുന്നത്. എത്രയും പെട്ടെന്ന് ഈ റോഡ് ടാർ ചെയ്ത് ഇത് സഞ്ചാരയോഗ്യമാക്കി തരണമെന്ന് ബന്ധപ്പെട്ട അധികാരികളോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. കാരണം ഇതല്ല എങ്കിൽ ഞങ്ങൾ ശക്തമായ പ്രതിഷേധത്തിൻ്റെ മേഖലയിലേക്ക് കടക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമുണ്ട്. കാരണം കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്നത് പോലെ ഇത് നിരന്തരമായി ആവശ്യപ്പെട്ടുവെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാകൂ എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെടുകയാണ് ഈ റോഡ് എത്രയും വേഗം ഇതിൻ്റെ ടാറിങ് പൂർത്തീകരിച്ച് സഞ്ചാര യോഗ്യമാക്കി തരണമെന്ന് ബഹുമാനപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെടുകയാണ്. 2-ാം മൈൽ ജംഗ്ഷൻ വരെയുള്ള ഭാഗം പൊതുജനങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലൊരു വീഡിയോ എടുത്ത് കൃഷി ചെയ്തേക്കാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ നിങ്ങളത് കണ്ടു നോക്കുക. ഇതുപോലെ തന്നെ 2-ാം മൈലിൽ നിന്നും ഐസ് ഫാക്ടറി വഴി പനമരത്തേക്ക് പോകുന്ന റോഡിൻ്റെ ഒരു വീഡിയോയും പ്രതീക്ഷിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആളുകൾ കണ്ടിരിക്കണം. ഇതൊക്കെയാണ് ഇവിടുത്തെ കുഴികൾ. റോഡിലെ കുഴികളിലേക്ക് വേണ്ടിയിട്ട് എല്ലാ ദിവസവും നമ്മുടെ വണ്ടികൾ വർക്ക്ഷോപ്പിലേക്ക് മാറ്റേണ്ട അവസ്ഥയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരുടെ വാഹനമാണ്. ഇത് മുത്താരമ്മൻകോവിൽ ജംഗ്ഷനാണ്. മുത്താരമ്മൻകോവിൽ ജംഗ്ഷനിലെ കുഴികളാണ് ഈ കാണുന്നത്. ഈ കുഴികളിൽ കൂടെയൊക്കെ ചാടി വേണം ഇവിടെ യാത്ര ചെയ്യുവാൻ. ശരിക്കും പറഞ്ഞാൽ അത്യാസന്ന നിലയിലുള്ള ഒരു രോഗിയും കൊണ്ട് ഒരു കാരണവശാലും ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാമെന്നും ഈ വഴിയിൽ കടന്നു വരാതെ കടന്നു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷേ എങ്കിൽ സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ എപ്പോഴും വളരെ സ്ലോവിൽ മാത്രമേ വണ്ടി ഓടിക്കാൻ കഴിയൂ. അതൊക്കെ സാധാരണക്കാർ മനസ്സിലാക്കുക. ഈ നാട്ടിലെ പൊതുജനങ്ങളുടെ 100% സപ്പോർട്ട്
ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉണ്ടാകണമെന്നും അഭ്യർത്ഥിക്കുക കൂടി ചെയ്യുകയാണ്. ഓക്കെ, കാരട്ടാമേരി ജംഗ്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞു.